بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا تك في مرية مما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل وإنا لموفوهم نصيبهم غير منقوص ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب وإن كلا لما ليوفينهم ربك أعمالهم إنه بما يعملون خبير فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين صدق الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെയുള്ള നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ നൂറും ഖുർആനിൻ്റെ തണലും ഖുർആനിൻ്റെ ശഫാഅത്തും ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ മജ്ലിസ് ആഖിറ ജീവിതത്തിലേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടായി, ഒരു സമ്പാദ്യമായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മൂസ അലൈഹിസ്സലാമിൻ്റെ ജനതകൾ വ്യത്യസ്ത വിഭാഗക്കാരാവുകയാണ്. മൂസ നബിക്ക് നൽകിയ തൗറാത്തിൻ്റെ വിഷയത്തിൽ അവർ വ്യത്യസ്ത ഗ്രൂപ്പുകളായി മാറുകയാണ്. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫഖ്തുലിഫ ഫീഹി. ആ തൗറാത്തിൻ്റെ വിഷയത്തിൽ അവർ വ്യത്യസ്ത വിഭാഗങ്ങളായി മാറും. തൗറാത്ത് ഒന്നേ ഉള്ളൂ, അതിലുള്ള വചനങ്ങളും അതേ രൂപത്തിൽ തന്നെ. പക്ഷേ ഒരു വചനത്തിൻ്റെ പേരിൽ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി അവർ മാറുകയാണ്. എന്നാൽ ഈ ഒരു സ്വഭാവം ഓ നബിയെ അവിടുത്തെ സമൂഹത്തിലും ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ അവതരിച്ചു കൊടുത്തു ആ ഖുർആനിൻ്റെ പേരിൽ വ്യത്യസ്ത വിഭാഗക്കാരായി മാറുന്നതിൻ്റെ പേരിൽ അവിടുന്ന് വിഷമിച്ചു പോകരുത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അത് നബി തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം അത് മനുഷ്യവർഗത്തിൻ്റെ ഒരു സ്വഭാവമാണ്. തർക്കം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അത് തർക്കിച്ചു കൊണ്ടിരിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുൻപേ കഴിഞ്ഞുപോയ ഒരു വലിയ പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം.
ആ മൂസാ നബിക്ക് അല്ലാഹു തആല വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, തൗറാത്ത് നൽകിയിട്ടുണ്ട്. ആ തൗറാത്തിൻ്റെ വിഷയത്തിൽ അവർ വ്യത്യസ്ത ഗ്രൂപ്പുകളായി മാറി. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തി. 72 വിഭാഗമായി ഇസ്രായേല്യർ വഴിപിരിഞ്ഞു. എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത് തൗറാത്ത് തന്നെയാണ്. 72 വിഭാഗത്തിനും പറയാനുള്ളത് തൗറാത്താണ്. അവർ ജൽപ്പിക്കുന്ന ആശയങ്ങളുടെ സമർത്ഥനത്തിന് വേണ്ടി കൊണ്ടുവരുന്ന വചനങ്ങൾ തൗറാത്തിൽ നിന്നുള്ളതാണ്. 72 ആളുകളും തൗറാത്താണ് വായിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടല്ലേ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് 72 ആണ്. 72 ഗ്രൂപ്പുകളായി ഇസ്രായേലിയർ വഴിമാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സമുദായം 73 വിഭാഗമായി വഴിപിരിയുന്നതാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ഈ ഒരു വിഘടനവാദങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വിഭജന സ്വഭാവങ്ങൾ, അതുമല്ലെങ്കിൽ ഈ വ്യത്യസ്ത ഗ്രൂപ്പുകളായി മാറുക എന്നുള്ളത്, ഓ നബിയെ, അത് പൂർവിക സമൂഹത്തിൽ ഉള്ള ഒരു സംഭവമാണ്. അത് അവിടുത്തെ സമൂഹത്തിലുമുണ്ടാകും. അതിൻ്റെ പേരിൽ അവിടുന്ന് വിഷമിച്ചു പോകരുത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വ ഇന്ന കുല്ലൻ ലമ്മാ ലയുവഫിയന്നഹും റബ്ബുക അഅമാലഹും ഇന്നഹു ബിമാ യഅമലൂന ഖബീർ. വ ഇന്ന കുല്ലൻ ലമ്മാ ലയുവഫിയന്നഹും റബ്ബുക. ഏത് ഗ്രൂപ്പുകളാവട്ടെ, ഏതു വിഭാഗക്കാരാവട്ടെ, അത് അല്ലാഹു പൊരുത്തപ്പെട്ടവരാവട്ടെ, പൊരുത്തപ്പെടാത്തവരാവട്ടെ, എന്തേ സംഗതി, ലയുവഫിയന്നഹും റബ്ബുക, ഓ നബിയെ, അവിടുത്തെ രക്ഷിതാവ് അവരു ചെയ്ത അമലുകൾ, ആ അമലുകൾക്കുള്ള പ്രതിഫലം ഒന്നുപോലും കുറയാതെ കൊടുക്കുന്നതാണ് നബിയേ. വ ഇന്ന കുല്ലൻ ലമ്മാ ലയുവഫിയന്നഹും റബ്ബുക അഅമാലഹും. അവർ ചെയ്ത അമലുകൾക്കുള്ള പ്രതിഫലത്തെ പൂർണ്ണമായും അല്ലാഹു അവർക്ക് നൽകുന്നതാണ്. അഥവാ നന്മ ചെയ്ത ആളുകൾക്ക് നന്മ പ്രതിഫലം നൽകുന്നതാണ്. തിന്മ ചെയ്ത ആളുകൾക്ക് ആ തിന്മയ്ക്കുള്ള ശിക്ഷയും നൽകുന്നതാണ്. അതിൽ ഒരു വിധത്തിലുള്ള കുറച്ചിലും ഉണ്ടാകുന്നതല്ല. അതാണല്ല യുവഫിയന്നഹും, അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. ഇന്നഹു ബിമാ യഅമലൂന ഖബീർ. അതിന് ഓരോ ആളുകളും ചെയ്തത് എന്താണെന്ന് അല്ലാഹുവിനറിയുമോ? അങ്ങനെയുള്ള ചിന്തയിലേക്കൊന്നും കടക്കണ്ട എന്ന് അവരോട് പറഞ്ഞേക്കൂ നബിയെ. കാരണം അവരെ പടച്ച അല്ലാഹു, ഇന്നഹു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ബിമാ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഖബീറുൻ, അതേ അതിസൂക്ഷ്മമായി അറിയുന്നവനാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളെക്കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലത്തെ അല്ലാഹു തആല നൽകുന്നതാണ്. നന്മ ചെയ്തവർക്ക് സന്തോഷിക്കാവുന്നതാണ്, തിന്മ ചെയ്തവർക്കോ ദുഃഖിക്കേണ്ടി വരുന്നതുമാണ്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അതുകൊണ്ട് എന്തു വേണം? ഫസ്തഖിം, ഓ നബിയെ, ഇസ്തിഖാമത്തിലായി അവിടുന്ന് ജീവിക്കണം. അഥവാ നേരെ ചൊവ്വേ അവിടുന്ന് കഴിയണം. കമ ഉമിർത്ത, എങ്ങനെയാണോ അല്ലാഹുവിൽ നിന്ന് അവിടുത്തേക്ക് നിർദ്ദേശമുണ്ടായത്, ആ നിർദ്ദേശത്തെ അനുധാവനം ചെയ്തുകൊണ്ട് അവിടുന്ന് ജീവിക്കണം. സൂറത്ത് ഹൂദിന്റെ നാം ചർച്ച ചെയ്യുന്ന ഈ അധ്യായത്തിന്റെ മർമ്മമാണ് ഫസ്തഖിം കമാ ഉമിർത എന്ന ഈ വചനം എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ താടി രോമങ്ങളെ നരപ്പിച്ചു കളഞ്ഞ വാചകമാണ്, വചനമാണ് ഫസ്തഖിം കമാ ഉമിർത.
നേരെ ചൊവ്വേ നിൽക്കണം നബിയെ. എങ്ങനെയാണോ നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് ആ നിർദ്ദേശത്തിനനുസരിച്ച് അവിടുന്ന് നീങ്ങണം. അവിടുന്ന് മാത്രമല്ല, വമൻ താബ മഅക, അവിടുത്തോടൊപ്പം തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിയ ഒരു സംഘം ആളുകളില്ലേ, അവരും അവിടുന്നും അവിടുത്തേക്ക് കിട്ടിയ നിർദ്ദേശത്തെ അനുധാപനം ചെയ്തുകൊണ്ട് ജീവിക്കണം. അഥവാ ഇസ്തിഖാമത്ത് ഉണ്ടാവണം. എന്താണ് ഈ പറഞ്ഞത്? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ താടി രോമങ്ങളിൽ 20ഓളം വരുന്ന രോമങ്ങളെ ആകെ നരച്ചിട്ടുള്ളൂ. ആ നരച്ചതു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ശയ്യബത്നി ഹൂദ്, ഹൂദ് സൂറത്താണ് എന്നെ ഈ രൂപത്തിലാക്കി കളഞ്ഞത്. ഹൂദ് സൂറത്താണ് എന്നെ ഈ രൂപത്തിൽ നരപ്പിച്ചു കളഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഹൂദ് സൂറത്തിലെ ഏതാണ് റസൂലുള്ളാഹിയെ നരപ്പിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് മഹാനായ അബൂ അലി സനൂസി റളിയല്ലാഹു അൻഹു ഏത് വചനമാണ് റസൂലുള്ളാഹിനെ നരപ്പിച്ചത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അബൂ അലി സനൂസി റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ അവിടുന്ന് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗമി, ഉറക്കത്തിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. അബൂ അലി സനൂസി തങ്ങൾ തന്നെ പറയാണ്, ഫഖുൽതു ലഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, റുവിയ അൻക അന്നക ഖുൽത ശയ്യബത്നി സൂറത്തു ഹൂദ്, അവിടുന്ന് പറഞ്ഞത് ഈ ഹദീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തേ ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു കളഞ്ഞു എന്ന് ഓ നബിയെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഏതാണ്? ഫഖാല, റസൂലുള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫഖുൽതു ഫമല്ലദീ ശയ്യബക മിൻഹാ, ഏത് സൂറത്താണ്, ഏത് ആയത്താണ് നബിയെ അവിടുത്തെ നരപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്? ഇതിലെ ഏത് ആയത്താണ് അവിടുത്തെ നരപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്? 100 വചനങ്ങളുള്ളതാണല്ലോ സൂറത്തു ഹൂദ്. അപ്പോൾ മിൻഹാ ഖസസുൽ അംബിയാഇ വഹലാകുൽ ഉമമി, അതിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. അംബിയാക്കളുടെ ധീരമായ ചരിത്ര സംഭവങ്ങൾ അതിൽ വിവരിക്കുന്നുണ്ട്. അതാണോ നബിയെ അവിടുത്തെ നരപ്പിച്ചത്? അതല്ല. വഹലാകുൽ ഉമമി, പൂർവകാലങ്ങളിലെ ഒരുപാട് ജനതകളെ ഒരു നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചു തരിപ്പണമാക്കി അവർ ജീവിച്ചതിൻ്റെ അടയാളം പോലും ഇല്ലാത്ത രൂപത്തിൽ വെടിപ്പാക്കിയ ഭൂമികയെക്കുറിച്ചുള്ള പരാമർശം സൂറത്ത് ഹൂദിലുണ്ട്. അതാണോ നബി അവിടുത്തെ നരപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല ലാ, അതൊന്നുമല്ല എന്നെ നരപ്പിച്ചു കളഞ്ഞത്. അതേ സമയത്ത് ഫസ്തഖിം കമാ ഉമിർത, ഇങ്ങനെ ഒരു ആയത്തില്ലേ ഖുർആനിൽ, സൂറത്ത് ഹൂദിൽ ഇങ്ങനെ ഒരു വചനമില്ലേ? ഫസ്തഖിം കമാ ഉമിർത, 112 ആയത്താണ് സൂറത്ത് ഹൂദിന്റെ. ഈ ആയത്താണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്. ഓ, എന്തേ? അവിടുത്തേക്കു കിട്ടിയ നിർദ്ദേശപ്രകാരം. ഇത് എൻ്റെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിനയമാണ്. അതേ സമയത്ത് അള്ളാഹു റസൂലുള്ളാഹിനെ താക്കീത് ചെയ്യുകയല്ല, ഉമ്മത്തികളെ പഠിപ്പിക്കുകയാണ്. അൽ അംറു ബിൽ ഇസ്തിഖാമത്തി ഫിദ്ദീനി, ദീനിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് വഹുവ അംറുൻ സഖീലുൻ ശദീദുൻ അലൻ നഫ്സ്, ഇസ്തിഖാമത്ത് അഥവാ കേടുപറ്റാതെ ജീവിക്കുക, നേരെ ചൊവ്വേ ജീവിക്കുക. ബാഹ്യമോ ആന്തരികമോ ആയ അഥവാ ആത്മാവിനെ ബാധിക്കുന്നതോ ശരീരത്തെ ബാധിക്കുന്നതോ ആയ ഒരു വിധത്തിലുള്ള അനാവശ്യങ്ങളും ഇല്ലാതെ ജീവിക്കുക. ഇതാണ് വഹുവ അംറുൻ സഖീലുൻ ശദീദുൻ അലൻ നഫ്സ്, ഒരു ശരീരത്തിന് വളരെ കടുപ്പപ്പെട്ടതാണ് ആ സംഗതി,
വളരെ പ്രയാസമാണ്. യതതല്ലബു ജിഹാദൻ നഫ്സ്, സ്വന്തം ശരീരം രണഭൂമിയിൽ ഏത് രൂപത്തിലാണോ ആ രൂപത്തിലുള്ള ജിഹാദിനെയാണ് അത് തേടുന്നത്. വസ്സബ്റു അലാ അദാഇൽ വാജിബാത്ത്, വാജിബാത്തുകൾ അല്ലാഹു തആല അനുഷ്ഠിക്കണം ചെയ്യണം എന്ന് നിർബന്ധമാക്കിയ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മുൻപിൽ ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവണം. നല്ല തണുപ്പുള്ള സമയം, ഈ സമയത്ത് സുബ്ഹിക്ക് എണീറ്റ് ആ പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് വുദൂ എടുത്ത് കുളിച്ച് വുദൂ എടുത്ത് നിസ്കരിക്കണമെങ്കിൽ നല്ല ക്ഷമയുണ്ടാവണം. ഇതാണ് വാജിബാത്തിന്റെ മുൻപിലുള്ള ക്ഷമ. ഇത് ഉണ്ടാവുക എന്നുള്ളത് പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്തിഖാമത്ത് ഉള്ള ആളുകളിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അതാ ഇസ്തിഖാമത്ത്. ഈ ഇസ്തിഖാമത്ത് ഉള്ള ആളുകൾക്ക് തണുപ്പ് പ്രശ്നമല്ല, അവർക്ക് തണുപ്പ് പ്രശ്നമല്ല, ചൂട് പ്രശ്നമല്ല. അതാ 2 ക്ലാസ് അപ്പുറത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തി, ഐസിന്റെ മലയിൽ ഇങ്ങനെ നിൽക്കുന്ന, ഐസ് കട്ടകളുടെ മുകളിൽ പ്രതിരോധ വസ്തുക്കളില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങളെ ശരീരത്തിന് തണുപ്പ് ബാധിക്കുന്നില്ലേ? നിങ്ങളെ ശരീരത്തിന് തണുപ്പ് കയറുന്നില്ലേ? ഒരു പ്രതിരോധങ്ങളുമില്ലാതെ ഈ മഞ്ഞുമലയിൽ നിൽക്കുന്നത് എന്തേ എന്ന് ചോദിക്കുമ്പോ ആ മഹാൻ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, എൻ്റെ ഖൽബ് അല്ലാഹുവിലാണ്, ഞാൻ അല്ലാഹുവിൽ ലയിച്ചവനാണ്. ഈ എൻ്റെ ശരീരത്തിലും ബാഹ്യമായ ലോകത്തും എന്ത് നടക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. എന്ത് നടക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. ഇതാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാല് മുറിക്കേണ്ടി വന്ന, കാലിൻ്റെ ഒരു ഭാഗം മുറിക്കേണ്ടി വന്നു. ഇന്നത്തെ പോലെ അനസ്തേഷ്യ സംവിധാനങ്ങളില്ലല്ലോ. നിസ്കരിക്കാൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിസ്കരിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ ആ മുറിക്കേണ്ട ഭാഗം മുറിച്ചു കളഞ്ഞു. മഹാനവറുകൾ വിഷയമറിഞ്ഞില്ല. അപ്പോ ഇസ്തിഖാമത്ത് ഉള്ള ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ല. പക്ഷേ തൻ്റെ ശരീരത്തെ മെരുക്കിയെടുക്കേണ്ടി വരും. അതേ പ്രകാരം തന്നെ വസ്സബ്ർ വഹിമായതഹാ മിനൽ മൂബിഖാത്തിൽ മുഹ്ലികാത്ത്, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന വൻ പാപങ്ങളുണ്ട്. ആ പാപങ്ങളിൽ നിന്ന് ശരീരത്തെ കാക്കേണ്ടതുണ്ട്. ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന വൻ കുറ്റങ്ങളും വൻ പാപങ്ങളുമുണ്ട്. ആ പാപങ്ങളിൽ നിന്ന് ശരീരത്തെ കാക്കേണ്ടതുണ്ട്. അതിനെ സംരക്ഷിക്കുകയും അനുഷ്ഠിക്കണമെന്ന് അല്ലാഹു പറഞ്ഞ വിഷയങ്ങളിൽ വളരെ വലിയ ക്ഷമയോടുകൂടെ അവയെ അനുഷ്ഠിക്കുകയും ചെയ്യണം. അത് വഹുവ അംറുൻ സഖീലുൻ ശദീദുൻ അലൻ നഫ്സ്, മനുഷ്യ ശരീരങ്ങൾക്ക് ഒരു പക്ഷേ പ്രയാസപ്പെട്ടതായിരിക്കും. ആ പ്രയാസത്തിന്റെ മുകളിൽ പിടിച്ചു നിൽക്കുമ്പോൾ മാത്രമേ ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, അറാദ സഫറൻ ഫഖാല യാ റസൂലല്ലാഹി ഔസിനി. മുആദ് ഇബ്നു ജബൽ തങ്ങൾ യാത്ര പോകുമ്പോൾ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ എന്നെ ഒന്ന് വസിയ്യത്ത് ചെയ്യണം, എന്നെ ഉപദേശിക്കണം. ആ സമയത്ത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഉബ്ദില്ലാഹ വലാ തുശ്രിക് ബിഹി ഷൈആ, അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രിക് ബിഹി ഷൈആ, ഒരു വിധത്തിലുള്ള പങ്കുകാരെ ചേർക്കുന്ന വിഷയവും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിൽ നീ പങ്കുകാരെ ചേർക്കരുത്. ഖാല യാ റസൂലല്ലാഹി സിദ്നി, നബിയേ വീണ്ടും ഉപദേശിക്കൂ, ഇനിയും ഉപദേശിക്കണം. ഇദാ അസഅത ഫഅഹ്സിൻ, തങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ഫഅഹ്സിൻ, ഉടനെ തന്നെ നല്ലത് ചെയ്യണം. ഒരു തെറ്റ് പറ്റിപ്പോയി, പറ്റിയിട്ട് നല്ലത് ചെയ്യണം എന്നല്ല. ഇൻ കേസ് സംഭവിച്ചു പോയി, സംഭവിച്ചാൽ ഫഅഹ്സിൻ, ഉടനെ തന്നെ നല്ലത് ചെയ്യണം. ആ ഒരു തെറ്റിനെ
അതിനേക്കാളേറെ ഒരു നന്മ ഉടനെ തന്നെ ചെയ്യണം. ഇത് ഹിഫ്ള് എന്ന് പറയാം. ഇതിനെക്കുറിച്ച് ഇത് പടച്ച റബ്ബിൻ്റെ ഭാഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതിയാണ്. അതേ സമയത്ത് നമുക്കറിയാം, ഒരു വിഭാഗം ആളുകളുണ്ട്, തെറ്റുകളിൽ തന്നെയാണ് അവർ. ഒരു തെറ്റ് സംഭവിച്ചാൽ വീണ്ടും തെറ്റ്, വീണ്ടും അതിനേക്കാളേറെ വലിയ തെറ്റ്, വീണ്ടും തെറ്റ്. ആ തെറ്റിൽ നിന്ന് ഒന്ന് തല ഉയർത്തുന്ന ഒരു അവസ്ഥയില്ല അവർക്ക്. ഇത് ഏറ്റവും നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സംഗതിയാണ്. തെറ്റു ചെയ്തത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, പക്ഷേ തെറ്റിൻ്റെ ആധിക്യം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, പക്ഷേ തെറ്റുകളുടെ ആധിക്യം മൂലം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ തന്നെ ഉടനെ തന്നെ നന്മകൾ ചെയ്യുക. ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഉപദേശമാണ്. മുമ്പ് നിങ്ങൾ ഓർക്കുന്നില്ല, യഹ്യ അലൈഹിസ്സലാമിനോട് ഇബ്ലീസുൽ ലഈന് ചില വിഷയങ്ങൾ, ആദം സന്തതികളെ വഴിപിഴപ്പിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇബ്ലീസ് പറഞ്ഞല്ലോ, 3 വിഭാഗം ആദം സന്തതികളെ 3 വിഭാഗമായി വിഭജിച്ചപ്പോൾ അതിൽ ഒരു വിഭാഗം ആളുകൾ, അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാൻ വേണ്ടി നിരന്തരം ഞങ്ങൾ അവരുടെ പിന്നാലെ നടക്കുകയും അങ്ങനെ തെറ്റ് സംഭവിക്കുകയും സംഭവിച്ച ഉടനെ തന്നെ അവർ ഖേദിച്ചു ബേജാറായി തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്ന ആളുകളെ ആദം സന്തതികളിലുണ്ട്. ഇവരുടെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതും ഏറ്റവും കൂടുതൽ ബേജാറുള്ളതും ഈ വിഭാഗ ആളുകളുടെ വിഷയത്തിലാണ്. കാരണം തൗബ ചെയ്യും, ആ തൗബ ആത്മാർത്ഥമായ തൗബയായി അള്ളാഹു അവരെ കബൂലാക്കും, ഞങ്ങളെ ശ്രമം വെറുതെയാവും. മറ്റൊരു വിഭാഗമുണ്ട്, അവർ കാൽപന്ത് പോലെ, കുട്ടികളുടെ കാലുകളിലുള്ള കാൽപന്ത് പോലെയാണ് ഞങ്ങളുടെ മുൻപിൽ അവരുള്ളത്. ഞങ്ങളെന്താ പറയുന്നത് അതവർ ചെയ്യും. അതിലൊരു വീണ്ടും വിചാരമോ കുറ്റബോധമോ ഒന്നും അവർക്കുണ്ടാകില്ല, അതിൽ തന്നെ അവർ കഴിയും. ഇതാണ് ബേജാറുള്ള സംഗതി. എന്ത് സംഭവിച്ചാലും ഉടനെ തന്നെ ഇദാ അസഅത ഫഅഹ്സിൻ, വല്ല അബദ്ധവും പറ്റിപ്പോയാൽ ഉടനെ തന്നെ അതിനെ നന്നാക്കാൻ പറ്റിയ രൂപത്തിലുള്ള സുഹൃതങ്ങൾ ഉണ്ടാവണം. വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, ഇസ്തഖിം വൽ യഹ്സുൻ ഖുലുഖുക. ഇസ്തഖിം, നേരെ ചൊവ്വേ നടക്കണം, ഇസ്തിഖാമത്ത് ഉണ്ടാവണം. അഥവാ പ്രവർത്തനങ്ങളിലും ചിന്താഗതിയിലും നല്ല രൂപത്തിലുള്ള വിശ്വാസവും പ്രവർത്തനങ്ങളുമാവണം. അതേ പ്രകാരം തന്നെ വൽ യഹ്സുൻ ഖുലുഖുക, ഓ മുഅദേ, നിങ്ങളെ സ്വഭാവം നിങ്ങൾ നന്നാക്കണം. അത് സ്വഭാവം മോശമായതുകൊണ്ടല്ല. ഇതൊക്കെ അള്ളാഹിൻ്റെ റസൂൽ സഹാബാക്കളോടൊരു വിഷയം പറയുന്നുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരാനുള്ള മനുഷ്യർക്ക് പ്രമാണമാണ്, അവർക്ക് ബാധകമാണ്. അതിനു പറ്റിയ രൂപത്തിലാണ് നബി തങ്ങൾ വിഷയങ്ങൾ പറയുന്നത്. അതുകൊണ്ട് സ്വഭാവം നന്നാക്കണേ. സ്വഭാവം നന്നാകുമ്പോൾ ഇസ്തിഖാമത്ത് ഉണ്ടാവുകയാണ്. സ്വഭാവം നന്നായി എന്നതുകൊണ്ട് ഇസ്തിഖാമത്ത് ഉണ്ടാകും എന്നല്ല ഈ പറഞ്ഞതിൻ്റെ പൊരുള്. നല്ല സ്വഭാവത്തിൻ്റെ, കറകളഞ്ഞ സ്വഭാവത്തിൻ്റെ ഉടമയാവണം. അതിനെന്ത് വേണം? മനസ്സിന് വിശാലതയുണ്ടാവണം. ഇസ്തിഖാമത്ത് ഉള്ള ആളുകളുടെ സ്വഭാവം നന്നായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ബാഗ്ദാദിലാണ് അവിടുത്തെ മഖ്ബറയുള്ളത്. ആ മഅറൂഫുൽ ഖർഖിയുടെ മഖ്ബറ സിയാറത്ത് ചെയ്തവർ നമ്മുടെ മജ്ലിസിലുണ്ട്. പുക്കോട്ടൂർ മൊയ്തീൻ ഹാജി അടക്കമുള്ള, അസീസ് ഹാജി അടക്കമുള്ള, സമദാജി അടക്കമുള്ള ആളുകളൊക്കെ നോളേജ് ഹണ്ടിൽ പോയി അവിടെ സിയാറത്ത് ചെയ്തവരാണ്. ഈ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടെ മഹാന്മാർ പറയാണ്, 100 സൂറത്തുൽ ഇഖ്ലാസ് മഅറൂഫുൽ ഖർഖിയുടെ മഖ്ബറയിൽ ചെന്ന് ഒരാൾ ഓതുകയും എന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുകയും ചെയ്താൽ അവൻ്റെ മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കാത്ത പ്രശ്നമില്ല. ഇത് ഏതാളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അവർക്ക് മുഴുവനും സാധിപ്പിച്ചതായ ഒരു സംഗതിയാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ മഅറൂഫുൽ ഖർഖി ഒരു സന്ദർഭത്തിൽ അവിടുന്ന് അതാ ടൈഗ്രീസ് നദിയുടെ തീരത്ത് ഇരിക്കുകയാണ്. ആ സമയത്ത് ഇത് മറ ബിഹി അഹ്ദാസുൻ ഫീ സുറൂഖിൻ ഫീ സൗറുഖിൻ യദ്റബൂനൽ മലാഖി വയശ്റബൂന. ഈ നദീ തീരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ട്, ശിഷ്യന്മാർ, മുരീദുമാരുണ്ട്. അപ്പോഴാണ് ആ നദിയിലൂടെ ഒരു വഞ്ചിയിൽ കുറച്ച് ചെറുപ്പക്കാർ വരുന്നു. അവർ കുടിച്ച്
ആടി പരിസരബോധമില്ലാതെ തിമിർത്ത് വരികയാണ്. ആ സമയം മാറൂഫുൽ കർഹിയോട് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഓ മാനവറുകളെ, ആ ചെറുപ്പക്കാരെ നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് അവരുടെ കഥ? അതേ, അവര് പാപത്തിലും തോന്നിവാസങ്ങളിലുമാണ്. അവർക്ക് കേടായിട്ടൊന്ന് ദുആർക്കണം മാറൂഫുൽ ഖുർഖി തങ്ങളെ, അവർക്ക് കേടായിട്ടൊന്ന് ദുആ ചെയ്യണം. ആ സമയത്തു തന്നെ മാറൂഫുൽ ഖുർഖി തങ്ങൾ ആകാശത്തേക്ക് കൈ ഉയർത്തുകയാണ്. എന്നിട്ട് ഒരൊറ്റ ദുആ ആണ്, ഇലാഹി വസയ്യിദി, ഇലാഹി വസയ്യിദി, ഓ എൻ്റെ ഇലാഹേ, ഓ എൻ്റെ അല്ലാഹുവിനെ വിളിച്ചു പറയാണ്. കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ അസ്അലുക അൻ തുഫർരിഹഹും ഫിൽ ആഖിറ. ആ വെള്ളത്തിന്റെ മുകളിലൂടെ ആടിത്തിമർത്ത് പോകുന്ന ചെറുപ്പക്കാർ, അവർ ഈ ദുനിയാവിൽ ആർത്തു ചിരിച്ചു സന്തോഷിക്കുന്നത് പോലെ അവരുടെ ആഖിറത്തിലും നീ അവരെ സന്തോഷിപ്പിക്കണേ. ഒരൊറ്റ ദുആ ആണ്. ഇതാണ് എൻ്റെ സഹോദരന്മാരെ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അവരുടെ മനസ്സ് പ്രപഞ്ചം പോലെ വിശാലമാണ്. കെടുമ്പില്ല, പോരില്ല, അസൂയയില്ല, ഇതൊന്നും അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതെന്തൊരു മനസ്സാണ്, ഇതെന്തൊരു മനസ്സാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു വല്ല ആക്സിഡന്റോ എന്തേ കണ്ട് ഇങ്ങോട്ട് പോന്നാൽ അത് വള്ളം തട്ടിയിട്ടാണ്. അങ്ങനെ നാം അത് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കി പോരാൻ പാടില്ല എന്ന ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. മനുഷ്യനെന്ന കാഴ്ചപ്പാടിലൂടെ ചെയ്യാൻ പറ്റുന്ന നന്മകൾ മുഴുവനും നമ്മൾ ചെയ്യണം. ഇങ്ങനെ ഒരു ദുആ നടന്നപ്പോ കൂടെയുള്ള മുരീദുമാര് പറഞ്ഞു, ഓ ഞങ്ങൾ ഇങ്ങനെയല്ല പറഞ്ഞത്, അവർക്ക് കേടായിട്ട് ദ്വാരക്കാനാ പറഞ്ഞത്, അവർക്ക് കേടായിട്ട് ദ്വാരക്കാനാ പറഞ്ഞത്. ആ സമയം അവിടുന്ന് പറഞ്ഞു, അവര് കേട് വന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? അവര് കേട് വന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അതേ സമയത്ത് അവരുടെ ആഖിറം അല്ലാഹു തആല സന്തോഷിപ്പിച്ചാൽ സംഭവിക്കാനിരിക്കുന്നത് എന്താ? അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങും അവര്. അതല്ലേ നമുക്ക് വേണ്ടത്? അതിനുവേണ്ടിയാ ഞാൻ ഈ രൂപത്തിൽ പ്രാർത്ഥിച്ചത്. ഇതാണ് എൻ്റെ സഹോദരന്മാരെ അല്ലാഹു പൊരുത്തപ്പെട്ടവരുടെ അടയാളം. ഒരുത്തൻ നശിച്ചു പോകട്ടെ, അവൻ ഹലാക്കായി പോകട്ടെ, ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ അവരിൽ നിന്നും ഉണ്ടാകുന്നതല്ല. ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഒരുപാട് കള്ള ശൈഖുമാരുണ്ട്, കള്ള തരീഖത്തുകളുണ്ട്, കള്ള ശൈഖുമാരുണ്ട്. അവർ രംഗപ്രവേശനം ചെയ്തിട്ട് ഞങ്ങളെ തരീഖത്തിനെ തൊട്ട് കളിക്കണ്ട, ഞങ്ങളോട് അങ്ങനെ കളിക്കണ്ട, ഞങ്ങൾ അങ്ങനെ കറാമത്തുള്ള ആളുകളാണ്, ഇങ്ങനെ കറാമത്തുള്ള ആളുകളാണ്, അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശൈഖുമാരായി രംഗപ്രവേശനം ചെയ്യുന്നവരെ ഈ ഒരൊറ്റ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാം ഇവർ കള്ള നാണയങ്ങളാണ് എന്ന്. അല്ലേ? ഈ ഒരൊറ്റ പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതേ സമയത്ത് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇങ്ങനെയല്ല, അവരുടെ മനസ്സ് വിശാലമാണ്. ഒരിക്കലും ലഅനത്ത് കൊണ്ടുള്ള പ്രയോഗം, ശാപം കൊണ്ടുള്ള പ്രയോഗം അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്ന് സംഭവിക്കില്ല. ഇത് വരികൾക്കിടയിലൂടെ നാം മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ മഹാന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഇസ്തിഖാമത്താണ് വേണ്ടത്. അഥവാ അഖീദ നന്നാവണം, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം, ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ഇതിനെക്കുറിച്ച് മഹാന്മാരെ പറഞ്ഞത് നിങ്ങൾ ഓർക്കൂ. കുൻ താലിബൽ ഇസ്തിഖാമത്തി വലാ തകുൻ താലിബൽ കറാമത്ത്. നീ ഇസ്തിഖാമത്ത് ഉള്ളവനാവണം, അതിനെ തേടിക്കോ. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഖീദയും നമ്മുടെ പ്രവർത്തനങ്ങളും നന്നാവുക. അതിനുവേണ്ടി അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം.
കുൻ താലിബൽ ഇസ്തിഖാമ, അതിനു വേണ്ടി ഇതുവായിരുന്നോ, അല്ലാതെ എന്തിനു വേണ്ടി ശ്രമിക്കരുത്. വലാ തകുൻ താലിബൽ കറാമത്തി, കറാമത്തുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണ്ട. ഇതാണ് മഹാന്മാർ. അതുകൊണ്ട് തന്നെ കറാമത്തുകൾ, എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുക, ഇതിലല്ല വിഷയമുള്ളത്. അതേ സമയത്ത് ഇസ്തിഖാമത്തുള്ളവരിൽ അത് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും ചെയ്യരുത്. അത് ഉണ്ടാവുക തന്നെ ചെയ്യും. നോക്കൂ, നിങ്ങൾ ഒരു സന്ദർഭത്തിൽ ഒരു മഹാന്റെ അരികിൽ, മഹാനായ അബൂ സഈദ് തങ്ങളുടെ അരികിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ ഇന്ന ഫുലാനൻ യംശി അലൽ മാ, ഇവിടെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്, അയാൾ യംശി അലൽ മാ, വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഈസി ആയിട്ട് നടക്കും, ഇങ്ങനത്തെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് അബൂ സഈദ് തങ്ങൾ വലിയ മഹാനാണ്, വലിയ കറാമത്തിൻ്റെ ഉടമയാണ്. അവരോട് വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ, അയാൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരാളോ, എവിടെ? അന്ന് അയാളൊന്ന് കാണണം, അയാളെ കയ്യൊന്ന് പിടിച്ച് മുത്തണം, അയാളുടെ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയിട്ട് മന്ത്രിപ്പിച്ചണം. ഇതൊന്നുമല്ല. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തിന് ചടകുടഞ്ഞ് പായരുത് നമ്മൾ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേ സമയത്ത് ഇസ്ലാമിൽ അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ പിന്നാലെ പോയിട്ടാണ് നാം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതേ സമയത്ത് വെള്ളം മന്ത്രിപ്പിക്കാൻ പാടില്ലെന്നല്ല, അത് ചെയ്യണം. അത് ബറക്കത്തുള്ളതാണ്, അതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. പക്ഷേ ഇത് ചൂഷണം ചെയ്യുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞത്. അബൂ സഈദ് തങ്ങൾ പറഞ്ഞു, ചെങ്ങായ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കണേ, എത്ര ജീവികളുണ്ട്. ഇന്ന സമക്ക വല്ലഫുദ കദാലിക്, മീനും തവളൊക്കെ വെള്ളത്തിൽ കൂടെ പോകണമല്ല, ഇത്ര വലിയ അത്ഭുതമുള്ള കാര്യമാണോ അബൂ സഈദ് തങ്ങൾ? അതേ പ്രകാരം തന്നെ മറ്റൊരു സമയത്ത് പറഞ്ഞു, ഇന്ന ഫുലാനൻ യതീറു ഫിൽ ഹവാ, ഒരു ചങ്ങായിണ്ട് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറക്കിടുന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴും അബൂ സഈദ് തങ്ങളുടെ മറുപടി എന്താ? ഇന്ന തുയൂറ കദാലിക്, പക്ഷിപ്പറവകളെ ആകാശത്തു കൂടെ പറക്കണില്ല, എന്തേ പോലും ഇത്ര വലിയ അത്ഭുതം? ഇത് വെറുതെ പറയല്ല മഹാന്മാര്. എന്താണെന്നറിയോ, ഫുഖഹാ പറയുന്നുണ്ട്, അന്തരീക്ഷത്തിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ പോലും ഇജുവോനെ വലിയാണെന്ന് പറയരുത് കേട്ടോ. ഒരാൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അപ്പോത്തിന് നീ അവൻ വലിയാണ്, മറ്റതാണ് മറിച്ചതാണ് നീ പറയാൻ പോവരുത്. അവൻ്റെ ജീവിതം പഠിക്കണം, അവൻ്റെ ഇസ്ലാം പഠിക്കണം. ഇതൊക്കെ ചെയ്തിട്ടേ അവന് വിലയിരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ അത്ഭുതങ്ങൾ, ഇതൊരു സംഭവം, അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് മുഅ്ജിസത്ത്, കറാമത്ത്, ഇത് രണ്ടാണ്. അതേ സമയത്ത് സാധാരണക്കാരൻ്റെ മുൻപിൽ അത്ഭുതങ്ങളായി തോന്നുന്ന പല സംഗതിയില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളെ നാട്ടിലെ നിലമ്പൂരിലെ മുതുകാടൊക്കെ എത്ര വലിയ ഔലിയപാപ്പാക്കണം? അല്ല, അത്ഭുതങ്ങൾ സംഭവിക്കലാണ് മാനദണ്ഡമെങ്കിൽ മുതുകാട് ഏറ്റവും വലിയ ഖുതുബുൽ അഖ്താബായി മാറണ്ടേ? ഇതാണോ മാനദണ്ഡം? അത് ചില കൺകെട്ടുകൾ, ജാലവിദ്യകൾ ഇതൊക്കെ ലോകത്തുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? മുഹമ്മദ് തുഗ്ലക്കിന്റെ ദർബാറിലേക്ക് ഇബ്നു ബത്തൂത്ത വന്ന സമയത്ത് യോഗിമാരെ വിളിച്ചിട്ട് ചെയ്ത ചില അത്ഭുതങ്ങൾ. എന്തേ? ഇബ്നു ബത്തൂത്ത ലോകസഞ്ചാരിയാണല്ലോ. ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത വന്നപ്പോൾ മുഹമ്മദ് തുഗ്ലക്ക് തീരുമാനിച്ചു, ഇദ്ദേഹം പല രാജാക്കന്മാരുടെയും ദർബാറുകളിൽ കയറിയിറങ്ങിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ദർബാറിലേക്ക് വന്ന ഈ ഒരു സംഗതി ഒരിക്കലും അയാൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിധിയിൽപ്പെട്ട യോഗിമാരെ വിളിച്ചിട്ട് ആ യോഗിമാരെ കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു. അതിൽപ്പെട്ടതായിരുന്നു ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് യോഗിമാർ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുപോയി. ഇത് കണ്ടിട്ട് ഇബ്നു ബത്തൂത്ത തൻ്റെ റിഹ്ലയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഞാൻ തലക്കറങ്ങി വീണുപോയി, എനിക്ക് മുഹമ്മദ് തുഗ്ലക്ക് സർവത്ത് കുടിക്കാൻ തന്നു. എന്നിട്ടോ അത് കുടിച്ച് ഞാൻ നോർമലായതിൻ്റെ ശേഷം എന്നോട് മുഹമ്മദ് തുഗ്ലക്ക് പറഞ്ഞു, നിങ്ങൾക്കെങ്ങാനും ഈ ഒരു തലകറക്കം അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിനും വലുത് ഞാൻ കാണിച്ചു തരുമായിരുന്നു. ഈ യോഗിമാരെ ഔലിയാക്കന്മാരാണോ? അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ചില സംഗതികളുണ്ട്. അന്നാസു അദാഉ മാ ജഹിലു, നാം അറിയാത്തതിൻ്റെ ശത്രുക്കളാണ് മനുഷ്യർ, അവൻ അറിയാത്തതിൻ്റെ ശത്രുക്കളാണ്. അറിഞ്ഞു വരുമ്പോൾ അങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ട് അല്ലേ? അറിഞ്ഞു വന്നാൽ, അല്ലെങ്കിലോ അറിണേനെ മുമ്പ് അന്ധമായിട്ട് അതിനെ അങ്ങോട്ട് തിരസ്കരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യും മനുഷ്യൻ. അതേ സമയത്ത് മുഅ്ജിസത്തും കറാമത്തും ഈ രൂപത്തിൽപ്പെട്ടതല്ല. ഇവിടെയുള്ള കങ്കട്ടുകാരും മായാജാലക്കാരും അവർ ചെയ്യുന്ന അത്ഭുത സിദ്ധികൾക്ക് അതിൻ്റെ ഫോർമുലകൾ ആവശ്യമാണ്. ആ ഫോർമുലകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് അത് ചെയ്യാൻ അവർക്ക് കഴിയില്ല. എന്നാൽ മുഅ്ജിസത്തും കറാമത്തും ഈ പരിധിയിൽപ്പെട്ടതല്ല, അതിനൊരു ഫോർമുലയില്ല. അത് ഏത് സമയത്തും എപ്പോൾ ആര് എങ്ങനെ ചോദിച്ചാലും ആ രൂപത്തിൽ കാണിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയും. അവിടെ ഫോർമുലയുടെ ആവശ്യമില്ല. അതാണ് കറാമത്തിൻ്റെ പ്രത്യേകത, അതാണ് മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത. മറ്റതങ്ങനെയല്ല. മറ്റത് അതിനൊരുപാട് സംഗതികളുണ്ട്.
ഒരുപാട് ഒരു കൂട്ടേണ്ട സംഗതി ഉണ്ട്, ഒരുപാട് ഫോർമുലകളുണ്ട്. അതൊക്കെ ഇല്ലെങ്കിൽ അത് നടക്കൂല. അതാ മാറ്റം ആവട്ടെ. അപ്പോ ഇങ്ങനെയുള്ള സംഗതികൾ, ഈ അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിലല്ല ഇസ്തിഖാമത്ത്. അതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങളായ ഏറ്റവും വലിയ ഔലിയാക്കൾ, നമ്മളത് മനസ്സിലാക്കണം. നമ്മളടുത്ത് അങ്ങനെയല്ല. ആലിമീങ്ങളാണ് ഏറ്റവും വലിയ ഔലിയാക്കൾ. നോക്കൂ നിങ്ങൾ, നമ്മുടെ കേരളത്തിലെ എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്. അവിടുന്ന് ആരെ അറിയാം? ആലിമീങ്ങൾ അറിയും, മലപ്പുറത്തുകാരും അറിയും. പക്ഷേ വലിയ മഹാനാണ്. ഇന്നലെ ഞാൻ ജീവിക്കുന്ന തെളിവായതുകൊണ്ട് പറയാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊരു സ്ഥലത്ത് ഇങ്ങനെ അത് പറയാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ളൊരു വലിയ ഉസ്താദ് ഓക്കെ ഉസ്താദിൻ്റെ സംഭവം പറഞ്ഞു. ഇത് നിലവിലുള്ളതായതുകൊണ്ട് പറയാം, മരിച്ചുപോയതാണെങ്കിൽ പിന്നെ അത് അയാൾ അങ്ങനെ ബടായി പറയാണെന്ന് പറയാം. കോട്ടക്കലിനടുത്ത് ഒരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരന് ഭ്രാന്ത് പിടിച്ചു, വളരെ വലിയ ഭ്രാന്ത്. പല ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് ഒരു ഷിഫിയില്ല. അവസാനം ഓക്കെ ഉസ്താദിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. സങ്കടം പറഞ്ഞപ്പോൾ ഓക്കെ ഉസ്താദിൻ്റെ മനസ്സ് വേദനിച്ചു പോയി. അപ്പോൾ ഇങ്ങനെ ആ ഭ്രാന്തുള്ള ചെറുപ്പക്കാരൻ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞമ്മക്ക് ഇവനെ റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എന്നും പറഞ്ഞിട്ട് റൂമക്കാട് കയറി. നമുക്ക് ഇവനെ റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് റൂമക്കാട് കയറി. റൂമൊക്കെ കയറി കുറച്ച് സമയം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാം ഇപ്പം മാറിയിനി, ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം അതോടുകൂടെ ഭ്രാന്തു മാറി, വിവാഹം കഴിച്ച് മക്കളുണ്ടായി, സന്തോഷത്തോടു കൂടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ആറ്റുപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഞാൻ നാടിങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് ഈ ബടായാണെന്ന് പറയണ്ട, കരുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ആറ്റുപുറം എന്ന് പറയുന്നത് അത് ഇവിടെ കോട്ടക്കലിൻ്റെ അടുത്തല്ലേ ആറ്റുപുറം. അവിടെ ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം. എല്ലാവർക്കും ഉണ്ടാവില്ല പറയാ. ഇതാണ് അല്ലാഹുവിൻ്റെ ആലിമീങ്ങൾ. അവരാണ് ഏറ്റവും വലിയ ഔലിയാക്കൾ. ആവട്ടെ, ഈ ഇസ്തിഖാമത്ത് ഉണ്ടാവണം സഹോദരന്മാരെ. അതിനു വേണ്ടതാണ് നാം ഓർമ്മപ്പെടുത്തിയത്. വമിനൽ ഇസ്തിഖാമത്തി അല്ലാ യറൽ മർഉ അന്നഫഅ വല്ലറാ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള ഒരാളുടെ മനോതലം എങ്ങനെയാവും? അവൻ മനസ്സിലാക്കും, അവൻ ഉറപ്പിക്കും, എന്തേ? അന്നഫഅ വല്ലറാ ഇല്ലാ മിനല്ലാഹ്. എന്ത് ഉപകാരമാണെങ്കിലും ഉപദ്രവമാണെങ്കിലും അത് അല്ലാഹുവിൽ നിന്നു മാത്രമാണ് വരുന്നത്. വേറെ ഒരു ശക്തിക്കും ഒരു ഉപകാരം ചെയ്യാനോ ഒരു ഉപദ്രവം ചെയ്യാനോ കഴിയില്ല എന്നതായിരിക്കും അവരുടെ വിശ്വാസം. ഇവിടെ തെറ്റിദ്ധരിക്കണ്ട. നാ പിന്നെ ഞങ്ങൾ അമ്പുറത്തേക്ക് മണ്ടണ്, അള്ളാഹ്ക്ക് മാത്രമല്ലേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മുണ്ടാൻ പറ്റൂലേ? മുണ്ടിയ പൊറാട്ട എന്ന് പറഞ്ഞ മാതിരി മുണ്ടിയ തെറ്റിദ്ധരിക്കാം. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അള്ളാഹുവിൻ്റെ ചാനലിലൂടെയുള്ളതാണ്. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഉപകാരവും ഉപദ്രവം ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ലോകം മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു. ലോകം മുഴുവനും അതിനു വേണ്ടി ഒരുമിച്ച് കൂടി. എന്തിനു വേണ്ടി? നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി. അള്ളാഹ് തീരുമാനിച്ചു, നിനക്ക് ആ ഉപകാരം വേണ്ട, നാ കഴിയൂല മനെ, നിനക്ക് ആ ഉപകാരം കിട്ടൂല. അതേ പ്രകാരം തന്നെ ലോകം മുഴുവനും തീരുമാനിച്ചു നിന്നെ ഒന്ന് ഒരു വൈക്കാക്കണം, നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതേ സമയത്ത് അള്ളാഹ് തീരുമാനിച്ചു അനക്കൊരു കേടും പറ്റാൻ പറ്റൂല, എന്നാൽ തൊടാൻ കഴിയില്ല എന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ? ഇതാണ് ഇസ്തിഖാമത്ത് ഉള്ള ആളുകളുടെ ചിന്താഗതി. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പടച്ച റബ്ബാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇതൊരു വിശ്വാസമാണ്. ആ വിശ്വാസമുണ്ടാകുമ്പോൾ അള്ളാഹു തആല രക്ഷപ്പെടുത്തും. മഹാനായ മർസദ് റളിയല്ലാഹു അൻഹുവിൻ്റെ രസാവഹമായ ഒരു സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആളുകളെ ഹിജറ പോയതിൻ്റെ ശേഷം പോകാൻ കഴിയാത്ത സാധുക്കളെ തൻ്റെ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് രാത്രിയുടെ മറവിൽ മദീനയിലേക്ക് കൊണ്ടുപോകുന്ന സ്വഹാബിയാണ് മർസദ് റളിയല്ലാഹു അൻഹു. ഇതിങ്ങനെ ഓരോ ദിവസവും ഓരോന്നിനെ കാണൂല. ആരായി കൊണ്ടുപോകുന്നത്? മർസദ് വന്നിന്. ഇതൊരു ചർച്ചയായപ്പോൾ മക്കയിൽ ചെറുപ്പക്കാർ സ്ക്വാഡുണ്ടാക്കി. ഇനി മർസദിനെ പിടിക്കാതെ പറ്റൂല, പിടിച്ചിട്ടേ ഇനി കാര്യമുള്ളൂ, പിടിക്കണം. അങ്ങനെ അവർ രാത്രിയിൽ ഉറക്കൊഴിവാക്കിയായിട്ട് ഇങ്ങനെ കാവൽ നിന്നു.
ഇത് മണത്തറിഞ്ഞ മഹാനായ മർസദ് റളിയല്ലാഹു അൻഹു അതിവിദഗ്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഒരു സമയത്ത് തൻ്റെ കുതിരയൊരു ഭാഗത്ത് കെട്ടിയിട്ട് തനിക്ക് കിട്ടാനുള്ള ഇരയെ അഥവാ മുസ്ലിമായ ഒരു സഹാബിയെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരിടത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണല്ലോ എന്തായി വിഷയങ്ങൾ ഉണ്ടായിട്ട് ആളുകൾ കണ്ട് പിന്നാലെ കൂടി. 5 ചെറുപ്പക്കാർ മർസദ് റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടിയപ്പോൾ അവർക്ക് പിടുത്തം കൊടുക്കാതെ മർസദ് തങ്ങൾ ഓടിയിട്ട് മക്കയിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഒരു പാറയുടെ മറുപുറത്ത് മറഞ്ഞങ്ങോട്ടിരുന്നു. അവിടെ ഇരുന്നപ്പോൾ പിന്നാലെ കൂടിയ ആളുകൾ അവരിങ്ങനെ കൂടിയിട്ട് എടാ ഇവിടം വരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടം വരെ കണ്ടിട്ടുണ്ട്. മർസദ് തങ്ങൾ ആ പാറയുടെ മറുഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. അവിടെ എന്ത് സംഭവിച്ചു? ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അവിടെ നിന്ന് മൂത്രമൊഴിച്ചു. ഈ മൂത്രം നേരെ വന്നു വെക്കുന്നത് മർസദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൂർത്താക്ക. ഒന്നിങ്ങനെ നോക്കിയാൽ മതി, ആരെ കാണും? മർസദ് തങ്ങളെ കാണും. പക്ഷെ നോക്കിയില്ല, കണ്ടില്ല. പന്തൽ കണ്ടത്തൊക്കെ കുട്ടികൾ പാത്രം കുത്തിർക്കാണെങ്കിൽ ആട്ടും കണ്ടും നോക്കിയിട്ടേ കുത്തിർക്കുള്ളൂ, മുന്നിൽ നോക്കൂല അല്ലേ? ഇതേ രൂപത്തിൽ അങ്ങോട്ടും കണ്ടും നോക്കി മുന്നിൽ നോക്കണ്ടേ? നോക്കൂല. നോക്കിപ്പിക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. കണ്ടില്ല, അവര് പോയി. അത് ഇവിടം വരെ ഞാൻ കണ്ടിന്. ആ പറയണ കൗമൻ ഒന്ന് കീപ്പിട്ട് നോക്കിയാൽ പോരെ? കാണുന്നില്ല, നോക്കണില്ല, നോക്കിയാൽ തന്നെ കാണുന്നില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവസാനം ഒരു തിരിച്ചുപോയി തൻ്റെ കുതിരനെ എടുത്തിട്ട് മക്കത്തേക്ക് പോയി. വലിയ രസാവഹമായ ഒരു സംഭവമാണത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ ചില ആയത്തുകളൊക്കെ ഇറങ്ങാൻ കാരണമായ ഒരു സംഭവം. ഒരു പെണ്ണായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അനാഖ എന്ന ഒരു പെണ്ണ് മർസദ് റളിയല്ലാഹു അൻഹുവിനെ എന്തായി ഈ ഇരുട്ടത്ത് കണ്ടപ്പോൾ ജാഹിലിയ കാലഘട്ടത്തെ പരിചയമുള്ളതായതുകൊണ്ട് രാത്രി നടക്കുന്ന പെണ്ണ് ഏത് പെണ്ണായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. മഹാനായ മർസദ് റളിയല്ലാഹു അൻഹുവിനോട് ചില ആവശ്യങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞു, അനാക്ക, ഞാൻ പഴയ മർസദല്ലെന്ന് മനസ്സിലാക്കിക്കോ, ഞാൻ മുസ്ലിമായ എനിക്ക് വ്യഭിചരിക്കാൻ പറ്റൂല, മാറി നിൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ 18 അടവും പാറ്റിയിട്ടും മർസദിൻ്റെ മുൻപിൽ മർസദ് വീഴുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഈ പെണ്ണ് നിലവിളിച്ചത്, ഓടി വാഴോ, ഇവിടെ ആളുണ്ട്, മർസദ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ആളുകൾ സ്കോഡ് ഓടി വന്നത്. അതാണ് സംഭവം. മദീനത്ത് ചെന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ ഇക്കുറി വല്ലാത്തൊരു സംഭവം ഉണ്ടായി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഒരു അനാക്ക എന്ന് പറഞ്ഞൊരു പെണ്ണ് ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ നമുക്കത് പറ്റൂലല്ലോ. എന്നാലും ഞാനൊന്നോളെ നിക്കാഹ് ചെയ്യട്ടെ നബിയേ, ഞാൻ ഓളൊന്ന് നിക്കാഹ് ചെയ്യട്ടെ. എന്താ ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മഹാനായ മർസദ് റളിയല്ലാഹു അൻഹുവിന് അനാക്ക എന്ന പെണ്ണിനോട് മനുഷ്യനെന്ന നിലയിൽ മാനുഷികമായ അനുരാഗമുണ്ടായിരുന്നു. അത് ഉണ്ടായിട്ടും അത്രയും വലിയ ഒരു ചാൻസ് ലഭിച്ചിട്ട് ആ പെണ്ണ് ശാരീരിക ബന്ധത്തിന് ആവശ്യപ്പെട്ടിട്ട് പോലും പാടില്ല അനാക്ക, മാറി നിൽക്കണമെന്ന് പറയാനുള്ള ഗഡ്സ് എവിടുന്ന് കിട്ടി? അതാണ് ഇസ്തിഖാമത്ത്. അതാ നാം പറഞ്ഞത്, മൂബിഖാത്തുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പവർ ഉണ്ടാവണം. അപ്പൊ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. അസ്സാനിയത്തു വസ്സാനി ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് തുടങ്ങിയ ഈ ആയത്തിന്റെ അവതരണം ആ സമയത്ത് വന്നു. ഈ ആയത്ത് അവതരിച്ചിട്ട് പറഞ്ഞു, വ്യഭിചാരികളാകുന്ന ആളുകൾക്ക് വ്യഭിചാരികളാകുന്ന ഭർത്താക്കളുണ്ടാവുക, ഇന്ന് തുടങ്ങിയ വിഷയങ്ങളിലെ ആയത്തിങ്ങനെ ഓതിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, മർസദേ, അവൾ നിങ്ങൾക്ക് വേണ്ട, അനാക്ക നിങ്ങൾക്ക് വേണ്ട, അവൾ അഭിസാരികയാണ്. നിങ്ങളെപ്പോലുള്ള വിശുദ്ധനായ ഒരാൾക്ക് പറ്റിയ പെണ്ണല്ല അനാക്ക, അതുകൊണ്ട് അവളെ വിട്ടേക്കൂ മർസദ് തങ്ങളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോ ആവട്ടെ, നാം പറഞ്ഞു വന്നത് എന്തേ? ഒന്ന്, ഇസ്തിഖാമത്തിന് ഈ സംഭവത്തിൽ നമുക്ക് പാഠമുണ്ട്. അതേ പ്രകാരം ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് മർസദ് തങ്ങളെ കാണുന്നില്ല. അല്ലാഹു ഉപകാരം വരുത്താൻ തീരുമാനിച്ചാൽ തടുക്കാൻ ആർക്കും കഴിയില്ല. ഇതല്ലേ നമ്മൾ ലാ റാദ്ദ ലിമാ ഖളൈത അല്ലേ? ഉപകാരവും ഉപദ്രവവും ഒക്കെ അല്ലാഹുവേ നിന്നിൽ നിന്നാണ്. ഇതിലൊരു ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ എങ്ങനെ പഴിച്ചു പോകും? എങ്ങനെ പൊറുതികേട് കാണിക്കും? എങ്ങനെ അസ്വസ്ഥനാകും? എങ്ങനെ ടെൻഷൻ ഉണ്ടാവും? എങ്ങനെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് കിടക്കും? എല്ലാം എൻ്റെ റബ്ബിൻ്റെ ഖളാ ആണ്. എല്ലാം എൻ്റെ റബ്ബിൻ്റെ ഖളാ ആണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങൾ മുഴുവനും എൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാ. ഞാൻ എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ റബ്ബിൻ്റെ ഖളാ ആണ്. അവിടെയാണുള്ളത്. നോക്കൂ നിങ്ങൾ, ഇത് ഉപകാരവും ഉപദ്രവവും വരുത്താൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ഇതാണ് ഇസ്തിഖാമത്തുള്ള ആളുകൾ, ഇതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഇത് പറയാൻ എളുപ്പമാണ്, അതേ സമയത്ത് പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ്. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ ബഗ്ദാദിലെ
നിളാമിയ മദ്രസയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിളാമിയ മദ്രസയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഫതകല്ലമ അലൈഹിം ഫിൽ ഖളാഇ വൽ ഖദർ. ഖളാഇ ഖദറിൽ ഖദറാണ് അന്നത്തെ സംസാരത്തിന്റെ മാറ്റർ. എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, എല്ലാം അല്ലാഹു തീരുമാനിക്കുന്നതാണ്. ഈ വിഷയം ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഫബൈനമാ ഹുവ യതകല്ലമു ഇദ് സഖതതു അലൈഹി ഹയ്യത്തുൻ മിനസ് സഖഫ്. മച്ചിൽ നിന്ന് ഒരു പാമ്പ് അങ്ങോട്ട് വീണു മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ മുമ്പിലേക്ക്. ഫഫറ മിന്നാ കുല്ലു മൻ കാന ഹാദിറൻ ഇൻദു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പാഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ ടീം മുമ്പ് കുത്തിർന്ന അങ്ങനെ ഉണ്ടാവും. ഉസ്താദിന്റെ മുമ്പ് പാമ്പ് വീണപ്പോ മുമ്പിലുള്ളവരൊക്കെ നീച്ചു പാഞ്ഞു. അങ്ങനെ എന്ത് സംഭവിച്ചു? വലം യബ്ഖ ഇല്ലാ ഹുവ. ആര് മാത്രായും? മുഹയ്യിദ്ദീൻ ശൈഖ് മാത്രായി, മറ്റോലൊക്കെ പാഞ്ഞു. അപ്പം അത് അങ്ങനത്തെ പാമ്പാണ്, ഇത് നീർക്കോലി മണ്ടിയിലൊന്നും അല്ല. വീണ പാമ്പ് അങ്ങനത്തെ പാമ്പാ, പായേണ്ടി വരും, പാഞ്ഞു. അങ്ങനെ ഫദഖലത്തിൽ ഹയ്യത്തു തഹ്ത സിയാബിഹി. എന്ത് സംഭവിച്ചു? ഈ പാമ്പ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രത്തിൻ്റെ അടിയിലൂടെ ശരീരത്തിലേക്ക് കയറുകയാണ്. വമറത്ത് അലാ ജസദിഹി നസലത്ത് വഖറജത്ത് മിൻ തൗഖിഹി വൽതവത്ത് അലാ ഉനുഖിഹി. അതിങ്ങനെ കയറി വന്നിട്ട് അടിഭാഗത്തിലൂടെ ഇങ്ങനെ കയറിയിട്ട് എന്ത് ചെയ്തു? കഴുത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് ചുറ്റിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നിന്നു മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അത് ഫണം വിടർത്തിയിട്ട് ഇങ്ങനെ നിന്നു മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുൻപിൽ. ഈ സമയം വഹുവ മഅ ദാലിക മാ ഖതഅ കലാമുഹു വലാ ഗയ്യറ ജൽസതുഹു സുമ്മ നസലത് അലൽ അർദ്. ഇതിങ്ങനെ നിന്നിട്ട് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അനങ്ങിയില്ല. ഒരു വിഷയവുമില്ല, ഒരു വിഷയവുമില്ല, ഒരു പതറലോ എന്തെങ്കിലും ഒരു സംഭവം അവിടത്തിൽ നിന്ന് കാണുന്നില്ല. ഒരു പ്രശ്നവുമില്ല. ഇല്ല എന്ന് കണ്ടപ്പോൾ സുമ്മ നസലത്ത് അലൽ അർളി, ഈ പാമ്പ് ശരീരത്തിൽ നിന്ന് മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വഖാമത്ത് അലാ ദനബിഹാ ബൈന യദൈഹി. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുമ്പിൽ ഇങ്ങനെ അങ്ങോട്ട് ഫളം എടുത്ത് ഇങ്ങനെ നിന്നു. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങോട്ട് നിന്നു. അത് നിന്നിട്ട് ഫസവ്വതത് സുമ്മ കല്ലമഹാ ബികലാമിൻ മാ ഫഹിമഹു അഹദും മിനൽ ഹാദിരീന. എന്നിട്ട് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി. ആ ശബ്ദങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളും അങ്ങോട്ട് അതേ രൂപത്തിലുള്ള ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി. അതേ രൂപത്തിൽ, അതാർക്കും തിരിയുന്നില്ല. ഈ ഓടിയിട്ട് ഓല് പിന്നെ കുടിക്ക് പോയിട്ടൊന്നില്ലേ, അങ്ങനെ ചിന്തിക്കരുത്. അവിടെ എല്ലാവരും മണ്ടിയിട്ട് കുടിക്ക് പോയി, അങ്ങനെയല്ല. അവരിങ്ങോട്ട് നീച്ച് മാണ്ടിങ്ങനെ എന്താപ്പത് സംഭവം ഇങ്ങനെ. അപ്പണ്ട് ഈ പാമ്പ് ഇങ്ങനെ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അതേ രൂപത്തിലുള്ള ശബ്ദത്തിൽ തിരിച്ചങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നു. പിന്നെ അവരൊക്കെ പാടെ പാമ്പങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു. ഫസഅലൂഹു, എന്തിപ്പത് സംഭവിച്ചത്? അവർ ചോദിച്ചു മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളോട്. അമ്മാ കാലത്ത്, എന്തിപ്പം നിങ്ങളാ പറഞ്ഞത്? സംഗതികളൊക്കെ ചുറ്റി അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ലാസ്റ്റ് പോകാൻ നേരത്തെ ഒരു സംഭവം, ഒരു സംഭാഷണമൊക്കെ നടന്നല്ലോ, അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തേ ഇത് സംഭവം? ഫഖാല, ആ സമയത്ത് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലത്ത് ലീ ലഖദ് ഇഖ്തബർതു കസീറൻ മിനൽ ഔലിയാഇ ഫലം അറ മിസ്ല സബാതിക്. ആ പാമ്പനോട് പറഞ്ഞത്, ഞാൻ ഒരുപാട് ഔലിയാക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ ഒരുപാട് ഔലിയാക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ മനക്കരുത്തുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഫഖുൽതു ലഹാ വഹൽ. ആ സമയത്ത് ഞാൻ അതിനോട് പറഞ്ഞു, അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഫഖുൽതു ലഹാ, ഞാൻ ആ പാമ്പിനോട് തിരിച്ചു പറഞ്ഞു, വഹൽ അൻത ഇല്ലാ ദുവൈദത്തുൻ യുഹർരികുകൽ ഖളാഉ വൽ ഖദർ. നീ കേവലം ഒരു പുഴുവല്ലേ മോനെ? ദുവൈദ്, നീ കേവലം ഒരു പ്രാണി, ഒരു പുഴുവല്ലേ? എന്ത് ചെയ്യാൻ കഴിയും നിനക്ക്? എന്തെങ്കിലും നീ ചെയ്താൽ അത് എൻ്റെ റബ്ബിൻ്റെ ഖളാഉ ഖദറല്ലേ? അപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ നീ തീരുമാനിച്ചാൽ അത് ഞാൻ എന്ത് പ്രതിരോധങ്ങൾ ചെയ്തിട്ടും കാര്യമല്ല, അതിവിടെ നടക്കും. അതേ സമയത്ത് അതെൻ്റെ റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് നടക്കും. അതല്ല, ഞാൻ അള്ളാഹുവിൻ്റെ ഖളാഇൽ അങ്ങനെ ഒന്നില്ലെങ്കിലോ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞാൻ എന്തിനു പേടിക്കണം? അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഖളാഉ ഖദറിലുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് എന്തിനാ പേടിക്കണത്? ഞാൻ ആ പറയുന്നതിൽ എനിക്ക് എന്ത് വേണ്ടേ? വിശ്വാസം വേണ്ടേ? എനിക്ക് അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പേടിക്കാഞ്ഞത് എന്ന് മറുപടി പറഞ്ഞ് ആ പാമ്പ് തിരിച്ചു പോയി. തൊട്ടടുത്ത ദിവസം മഹാനായ
ഗൗസുൽ ആദം തങ്ങൾ തന്നെ പറയാണ്, സുമ്മ ഇന്നഹാ ജാഅത്നി ബഅദ ദാലിക. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പാമ്പ് വന്നു. വഅന ഉസല്ലി, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഫതഹത് ഫമഹ, ആ പാമ്പിൻ്റെ വായ അതിങ്ങനെ തുറന്നു വെച്ചു. മൗലിയ സുജൂദി, എനിക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലത്ത്, എനിക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലത്ത് അതിൻ്റെ വായ അതിങ്ങോട്ട് തുറന്നു വെച്ചു. ഫലമ്മ അറത്തു സുജൂദ്, അങ്ങനെ ഞാൻ സുജൂദിനെ ഉദ്ദേശിച്ചപ്പോൾ ദഫഅതുഹാ ബിയദി വസജദ്തു, ഞാൻ എൻ്റെ കൈയോട് തട്ടാട് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ സുജൂദ് ചെയ്തു. എനിക്ക് സുജൂദ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ അതിനെന്തായി, എൻ്റെ കൈ കൊണ്ടൊരു തട്ടം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ സുജൂദ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? فالتفت على عنقي ثم دخلت من كمي وخرجت من الكم الآخر ثم دخلت من ذوقي ثم خرجت. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഇതെൻ്റെ വസ്ത്രത്തിൻ്റെ അടിയിലൂടെ വീണ്ടും ശരീരത്തിലേക്ക് കയറി. ഞാൻ നമസ്കാരത്തിലാണ്. ശരീരത്തിലേക്ക് കയറി പല ഇടങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി ഇതേ രൂപത്തിൽ കഴുത്തിലൊക്കെ ഇങ്ങനെ വരിഞ്ഞ് മുറുകി ഈ അവസ്ഥയിൽ ഇങ്ങനെ നിന്നു. ഫലമ്മാ കാനൽ ഗദ് ثم خرجت. അപ്പം ഞാൻ എന്തായില്ല, ഞാൻ അനങ്ങിയില്ല, ഞാൻ എൻ്റെ ഇബാദത്തിലായിട്ട് ഇങ്ങനെ കൂടി. കുറേ കഴിഞ്ഞതിന് ശേഷം അതെൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് ഇറങ്ങിപ്പോയി. ഫലമാക്കാൻ തൊട്ടടുത്ത ദിവസം ഞാനിങ്ങനെ ഒരു സ്ഥലത്തിലൂടെ നടന്നു പോകുമ്പോൾ ഫറഅയ്തു ശഖ്സൻ ഐനാഹു മഷ്ഖൂഖതാനി തൂലൻ, ഞാനിങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്തുണ്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നീണ്ട കണ്ണുകളാണ്, നീണ്ട കണ്ണുകൾ. അപ്പം ഇങ്ങനെയുള്ള ഒരാളിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് കക്ഷി ആരാണ്, അത് ജിന്നു വർഗത്തിൽപ്പെട്ട ആളാണ് എന്ന് എനിക്ക് മനസ്സിലായി കണ്ടപ്പോൾ. ഫഅലിംതു അന്നഹു ജിന്നിയുൻ, അതൊരു ജിന്നാണ് എന്ന് മനസ്സിലായി. ഫഖാല ലി, അങ്ങനെ അത് എൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അനൽ ഹയ്യത്തുല്ലത്തി റഅയ്തഹൽ ബാരിഹ, നിങ്ങൾ ഇന്നലെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആ പാമ്പില്ലേ, അത് ഞാനായിരുന്നു. ജിന്ന്, ശൈത്താന്, അത് ഞാനായിരുന്നു. വലഖദ് ഇഖ്തബർതു കസീറൻ മിനൽ ഔലിയാഇ ബിമാ ഇഖ്തബർതുക ബിഹി, നിങ്ങളെ പരീക്ഷിച്ചതുപോലെ ഒരുപാട് ഔലിയാക്കളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഫലം യുസബ്ബിത് അഹദും മിൻഹും ലീ കസബാതിക, നിങ്ങൾ ഉറച്ചു നിന്നതുപോലെ ഒരാളും എൻ്റെ മുമ്പിൽ ഉറച്ചു നിന്നിട്ടില്ല. വകാന മിൻഹും മനിൽ തറബ ബാത്തിനുഹു വസബത ലാഹിറുഹു, ചില ആളുകൾ ഉള്ളിൽ പേടിണ്ടാവും, പുറത്തേക്ക് അച്ച് പേടിയൊന്നുമില്ല എന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. ചില ആളുകൾ ഉള്ളിലിങ്ങനെ പേടിച്ചിട്ട് നിൽക്കുക, പുറത്തേക്ക് നോക്കിയാൽ എന്തില്ല, പേടിയൊന്നുമില്ല. ഇങ്ങനത്തെ ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അമിൻഹും മനിൽ തറബ ലാഹിറൻ വ ബാത്തിനൻ, വേറെ ചില ആളുകൾ ഉള്ളിലും പേടി പുറത്തും പേടി, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് വറഅയ്തുക ലം തൽതരിബ് ലാഹിറൻ വലാ ബാത്തിന, നിങ്ങൾക്ക് ഉള്ളിലും പേടില്ല പുറത്തും പേടില്ല, നിങ്ങൾ വല്ലാത്ത ഒരു മനുഷ്യനാണ് എന്ന് എന്നോട് പറഞ്ഞു എന്ന്. എന്തേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇസ്തിഖാമത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ നന്മകളും തിന്മകളും ഇവിടെ ചെയ്യുന്നത്. ആ പടച്ച റബ്ബിൻ്റെ തീരുമാനത്തിൻ്റെ അപ്പുറത്ത് ഒന്നും നടക്കൂല. ഇതിൽ അടിയുറച്ച വിശ്വാസമുണ്ടാകും. അതേ പ്രകാരം തന്നെ വലാ യർജൂ മിൻ അഹദിൻ ദൂനല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളെയും തന്നെ അവർ പേടിക്കുന്നതല്ല, ആശ്രയിക്കുന്നതല്ല. അല്ലാഹുവിനെയാണ് അവർ ആശ്രയിക്കുന്നത്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിൻ്റെ അഗ്നിക്കുണ്ടാരത്തിലേക്ക് പ്രത്യേകമായ യന്ത്രത്തിൻ്റെ സഹായത്തോടുകൂടെ അന്തരീക്ഷത്തിലൂടെ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, അലക ഹജാ, ഇബ്രാഹിം നബിയേ എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? പോകുന്നത് ഒടുക്ക വലിയ അഗ്നിക്കുണ്ടാരത്തിലേക്ക് അന്തരീക്ഷത്തിലൂടെ തെറിച്ചു പോകുന്ന ഇബ്രാഹിം നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് ചോദിക്കുക, അലക ഹജ, എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അമ്മ ഇലൈക ഫലാ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഫഖാല ജിബ്രീലു, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, എന്നാ ഫസ്അൽ റബ്ബക്, അള്ളാഹിനോട് ചോദിക്കൂ ഇബ്രാഹിം നബിയെ, പോകുന്നത് എവിടേക്കാണ്? ഈ അഗ്നികുണ്ടത്തേക്കല്ലേ. ഇബ്രാഹിം നബി വന്നിട്ട് ഞാൻ എന്താ വേണ്ടിയത്? ഒന്നും വേണ്ട. അപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ പറയാം, എന്നാ പടച്ചോനോട് ചോദിക്കൂ ഇബ്രാഹിം നബിയെ, ഈ കാണുന്ന അഗ്നികുണ്ടത്തിലേക്കല്ലേ പോകുന്നത്? ഫഖാല, അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബി മിൻ സുആലി
ഇൽമുഹു ബിഹലി. എൻ്റെ അവസ്ഥ എന്താന്നുള്ളത് എൻ്റെ റബ്ബിനറിയാം. അതിങ്ങനെ എന്താവുമൊന്നും വേണ്ട, ചോദിച്ച് പൂർത്തികേടാക്ക, അതൊന്നും വേണ്ട. എൻ്റെ അവസ്ഥ എന്താന്ന് എൻ്റെ റബ്ബിനറിയാം. എന്താണിത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് എവിടുന്നാപ്പത്? എവിടുന്നാണിത്? കസാൽമെന്ന് വിഗല്ല. ഇത് അഗ്നികുണ്ടാരത്തിലേക്ക് അന്തരീക്ഷത്തിലൂടെ പോവാ. വൽ ജിബ്രീലു ഫിൽ ഹവാ. അവിടെ കാണാം, ഈ പോകുന്ന സമയത്ത് ജിബ്രീൽ അന്തരീക്ഷത്തിലാ. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് ചോദിക്കുക. ഇതാണ് അള്ളാഹുവിൽ സർവ്വതും സമർപ്പിക്കുന്നവരായിരിക്കും അവര്. അള്ളാഹുവേ, ഇതൊക്കെ നമ്മളിങ്ങനെ പറയാന്നല്ലാതെ നമ്മളെ അള്ളാഹു ഇതിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നന്നാക്കി തരട്ടെ. അതേ പ്രകാരം തന്നെ വലാ യഖാഫു അഹദൻ ഗൈറഹു. വേറെ ഒരാളെയും, അല്ലാഹു അല്ലാത്ത ഒരാളെയും അവർ ഭയപ്പെടുന്നതല്ല. പടച്ച റബ്ബ് അല്ലാത്ത ഒരാളെയും അവർ ഭയപ്പെടുന്നതല്ല. അള്ളാഹുവിനെ മാത്രമേ അവർക്ക് പേടിയുള്ളൂ, വേറെ ഒരാളെയും പേടിക്കുന്നതല്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്ന മിൻ അഖ്യാരി ഉമ്മത്തി ഖൗമൻ. എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. അവരുടെ സ്വഭാവം എന്തേ? യൽഹഖൂന ജഹ്റൻ മിൻ സാത്തി റഹ്മത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ റഹ്മത്ത് കണ്ടിട്ട് അവരിങ്ങനെ മനസ്സ് നിറയെ പുഞ്ചിരിക്കുന്നവരാണ്. അള്ളാഹു അവർക്ക് നൽകിയ നിഅമത്ത് ഇങ്ങനെ കണ്ട് ഓർത്ത് അനുഭവിച്ച് അവർ ബാഹ്യമായി ഇങ്ങനെ ചിരിക്കുന്നവരാണ്. അതേ സമയത്ത് വയബ്കൂന സിർറം മിൻ ഖൗഫി ഇതാബി. പരസ്യമായി അവർ ചിരിക്കുന്നവരാണെങ്കിലും രഹസ്യമായി അവർ കരയുന്നവരാണ്. പുറത്തേക്ക് നോക്കിയാൽ അവർ ചിരിയുള്ളവരാണ്, പുഞ്ചിരിക്കുന്നവരാണ്. അവരുടെ ഉള്ളകം കരയുകയാണ്, രഹസ്യമായി അവർ കരയുകയാണ്. അതേ അബ്ദാനുഹും ഫിൽ അർളി വഖുലൂബുഹും ഫിസ്സമാ. അബ്ദാനുഹും ഫിൽ അർള്, അവരുടെ ശരീരമുള്ളത് ഭൂമിയിലാണ്, അവരുടെ ശരീരമുള്ളത് ഭൂമിയിലാണ്. വഖുലൂബുഹും ഫിസ്സമാ, അവരുടെ ഹൃദയമുള്ളത് ആകാശത്താണ്. ശരീരം ഭൂമിയിലും ഹൃദയം ആകാശത്തുമാണ്. അഥവാ ഉപരിലോകത്താണല്ലോ വിഷയങ്ങൾ നടക്കുന്നത്. ആ വിഷയത്തിൽ അല്ലാഹുവിലും മറ്റു വിഷയങ്ങളിലുമാണ് അവരുടെ ഹൃദയമുള്ളത്. അർവാഹുഹും ഫിദ്ദുനിയാ വഖൂലുഹും ഫിൽ ആഖിറ. അവരുടെ ആത്മാവ് ഉള്ളത് ഭൂമിയിലാണ്, ദുനിയാവിലാണ്. അതേ സമയത്ത് അവരുടെ ചിന്ത മുഴുവനും ആഖിറത്തിലാണ്. യംശൂന ബിസ്സകീന വയതഖറബൂന ബിൽ വസീല. യംശൂന ബിസ്സകീന, വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെ അവരിങ്ങനെ നടക്കുന്നവരാണ്. ഒതുക്കത്തോടെ അടക്കത്തോടെ അവർ നടക്കുന്നതാണ്. പൊന്തം വിടലില്ല. അതാണ് സക്കീനത്ത് ഉള്ളവരാണ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ചെറുപ്പക്കാർ അവരിങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്താണ് ഒരു സംഗീതം അവർ കേട്ടത്. അവരറിയാതെ ആടിപ്പോവുകയാണ്. ഇല്ലേ, ഒരു സംഗീതം കേട്ടപ്പോഴേക്കും അവർ തുള്ളുകയാണ്, അവരാടുകയാണ്, പരിസരം അവർ മറന്നു പോവുകയാണ്. എന്നാൽ യംശൂന ബിസ്സകീന, അവരുടെ അടയാളം നല്ല അടക്കമുള്ളവരാണ്, ഒതുക്കമുള്ളവരാണ്. വയതഖറബൂന ബിൽ വസീല, വസീലകൾ വെച്ചിട്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നവരാണ്. അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ആ സൽക്കർമ്മങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുവേ, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ എന്നെ ഏറ്റെടുക്കണമെന്ന് പറയുന്നവരാണ്. അതാണ് വയതഖറബൂന ബിൽ വസീല. വസീല വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരു സമുദായം എൻ്റെ ഉമ്മത്തികളിൽ വഴിയേ വരാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാവണമെന്നല്ലേ ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാഹ്യമായി ചിരിയുണ്ട്,
ബാഹ്യമായി പുഞ്ചിരികളൊക്കെയുണ്ട്, വിഷയങ്ങളിലൊക്കെയുണ്ട്. പക്ഷേ രഹസ്യമായി അവൻ കരയുകയാണ്. കരയാനുള്ള കാരണം എന്തേ? മിൻ ഖൗഫി ഇതാബിഹി, അല്ലാഹുവിൻ്റെ ശിക്ഷ ഓർത്തുകൊണ്ടുള്ള കരച്ചിലാണ്. അവൻ്റെ രഹസ്യങ്ങളിൽ അവൻ വിതുമ്പുകയാണ്, അവൻ്റെ കണ്ണ് നിറയുകയാണ്. അതേ സമയത്ത് ശരീരം ഭൂമിയിലാണെങ്കിലും അല്ലാഹുവിലാണ് അവൻ്റെ ഖൽബുള്ളത്. ആത്മാവ് ദുനിയാവിലാണെങ്കിലും ആഖിറത്തെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്. വിനയാന്വിതരായി കഴിഞ്ഞുകൂടുന്നവരാണ്. ഇതെൻ്റെ ഉമ്മത്തികളിൽ വരാനുള്ള ഒരു സമുദായമാണ്. അവരെൻ്റെ ഉമ്മത്തികളിലെ ഇന്നമിൻ അഖിയാരി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിലെ ശ്രേഷ്ഠവന്മാരാണ് അവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്ത് നിലനിർത്തുകയും അതിലായി ജീവിച്ചു മരണപ്പെടുകയും ചെയ്യുന്നവരിൽ സാധുക്കളാകുന്ന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഫസ്തഖിം കമാ ഉമിർത, ഓ നബിയെ, അവിടുത്തേക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചൊവ്വായി അവിടുന്ന് ജീവിക്കേണ്ടതാണ്. വമൻ താബ മഅക, അവിടുത്തോടൊപ്പം തൗബ ചെയ്ത് കൂടിയ ഒരുപാട് മഹാന്മാരാകുന്ന ആളുകളുണ്ടല്ലോ, അവരും അതേ രൂപത്തിൽ തന്നെ കഴിയേണ്ടവരാണ്. വലാ തത്ഗൗ, അതേ ഒരു വഴിവിട്ട പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ പാടില്ല, ഒരവിവേകങ്ങളും സംഭവിക്കാൻ പാടില്ല. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നുകൊണ്ട് കണ്ടറിയുന്നവനാണ്. ബസീറുൻ, കണ്ടറിയുന്നവനാണ് അല്ലാഹു. കണ്ടോ, നിങ്ങൾ പടച്ച റബ്ബ് നിങ്ങൾ ചെയ്തതിനൊക്കെയുള്ള പ്രതിഫലം കിട്ടുമെന്ന് ഇതിൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനമായി റബ്ബ് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചെയ്യുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്ന റബ്ബാണ് ഈ പറയുന്നത്. കണ്ടോ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ സൂക്ഷ്മമായി അറിയുന്ന റബ്ബാണ് ഈ പറയുന്നത്. അതേ പ്രകാരം അവിവേദങ്ങളും അരുതായ്മകളും ഇല്ലാതെ ഇസ്തിഖാമത്തിലായി കഴിയണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നത് എന്താ? ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നുകൊണ്ട് കണ്ടറിയുന്ന അല്ലാഹുവാണിത് പറയുന്നത്. അതെ, അവൻ ഇത് കാണുകയാണ്, അറിയുകയാണ്. അതിനു വേണ്ട രൂപത്തിലുള്ള കൈകാര്യങ്ങൾ അവൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണേ എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. സാധുക്കളാകുന്ന നമ്മെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരട്ടെ. മുസ്തഖീമായ മാർഗത്തിലൂടെ ജീവിച്ച് ആ ഇസ്തിഖാമത്തിലായി മരണപ്പെടുന്നവരിൽ സാധുക്കളാകുന്ന നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.